നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനൊരു മെയിൻ പ്ലോട്ട് ഉണ്ടാവണം. മെയിൻ ഒരു പ്ലോട്ട്, ഒറ്റ പ്ലോട്ട് ആ കഥയിലൂടെ ആവണം ഫുൾ സ്റ്റോറി പോവുക. അതിൻ്റെ അണ്ടർലൈൻ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സബ് പ്ലോട്ട്സ് ആയിട്ടോ വേറെ കഥകളും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഒരു സിനിമയിൽ തന്നെ 3 പ്ലോട്ടൊക്കെ എഴുതി വെക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ ആളുകളെയും കൂടി സഞ്ചരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ എന്തായാലും കൺഫ്യൂസ്ഡ് ആവും. ഈ സംഭവമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻഡിവിജ്വലി ആ 3 പ്ലോട്ട്, ഫസ്റ്റ് ഹാഫിലെ പ്ലോട്ട്, സെക്കൻഡ് ഹാഫിലെ ഏകദേശം മുക്കാൽ ഭാഗമുള്ള പ്ലോട്ട്, പിന്നെ സെക്കൻഡ് ഹാഫിലെ അവസാനത്തെ പ്ലോട്ട് എന്ന് വെച്ചാൽ ആ ചെറിയൊരു വേറൊരു സ്ഥലത്തും വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് സ്പോയിലർ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ മൂന്നാമത്തെ പ്ലോട്ട്, ഈ 3 പ്ലോട്ടും ഇൻഡിവിജ്വലായിട്ട് സിനിമകളാക്കുകയാണെങ്കിൽ അത്രയും നന്നായിരുന്നു. അതെല്ലാം കൂടി ഒരു സിനിമയിലെടുത്ത് മലയാളികൾ എന്തൊക്കെയാവും അതെല്ലാം കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ള തലത്തിലാണെങ്കിൽ അത് ഫലിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മലയാളി എന്ന് പറയുന്ന ഒരാൾ എന്തൊക്കെ വർഗീയത പറഞ്ഞാലും എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും അവസാനം ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ അഡാപ്റ്റബിളായിട്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അധ്വാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ള കാര്യമാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പക്ഷേ അതിന് 3 കഥ പോലത്തെ അല്ല 3 ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് എടുത്തിട്ട് അവിടേക്കൊരു സബ് പ്ലോട്ട് പോലെ വെച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇതെങ്ങോട്ടാണ് ഈ കഥ പോകുന്നത് എന്ന് ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ക്രിസ്റ്റി സ്റ്റീഫൻ തന്നെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കഥ എങ്ങോട്ടോ പോവുകയാണ്, കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു, ഇപ്പം 130 ദിവസം കൊണ്ടായി, കഥ എവിടെയോ പഞ്ചാബിലൊക്കെ നടക്കുന്നു ഇപ്പോൾ എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു കൺഫ്യൂസ്ഡ് ആയിരുന്നത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും കൺഫ്യൂസ്ഡ് ആയത്. പക്ഷേ ഇത് ഞാൻ അത്രയും മോശമൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഒരു കഥ എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ബാക്കി വന്നവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. അതിൽ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അതിൽ ദീപക് ചെയ്തി എന്ന് പറയുന്ന സായിബായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാൾ, പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചു. നിവിൻ പോളി ഒബ്വിയസ്ലി നന്നായിട്ട് അഭിനയിച്ചു. ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ ലാസ്റ്റിലെ ബിറ്റിലാണെങ്കിൽ പോലും അവർ വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ജിയോഗ്രാഫിയിൽ വെച്ചിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ക്രിഞ്ച് ഡയലോഗ്സും ക്രിഞ്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അഭിനയത്തിൻ്റെയോ ആ ഇൻഡിവിജ്വൽ പ്ലോട്ടിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ സീൻസൊക്കെ ഒരുമാതിരി നല്ല തന്നെയായിരുന്നു. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു മിക്സഡാക്കി ഒരു അവിയൽ പരുവത്തിലാക്കി തരുമ്പോൾ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയതാണ്. ഇപ്പോൾ ആദ്യത്തെ ഹാഫിലെ ആ സ്റ്റോറി തന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു എൻഡ് കൊടുക്കുകയായിരുന്നെങ്കിൽ, ക്ലൈമാക്സ് കൊടുക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് ഡിജോയ്ക്ക്. നിവിനും ധ്യാനമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടത്. മഞ്ജു പിള്ളയൊക്കെ കോമഡിയൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. മൽഘോഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ധ്യാൻ്റെ കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അയാൾ അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു. സോ അത് എനിക്ക് പേഴ്സണലി ഒരു ക്രിഞ്ചായിട്ടോ ഭയങ്കര ഓവറായിട്ട് അഭിനയിക്കുന്നതായിട്ടോ തോന്നിയില്ല. അത് ആ ക്യാരക്ടറിൻ്റെ ഡിമാൻഡ് അങ്ങനെ ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കഥ തന്നെ ഒരു മെയിൻ പ്ലോട്ടായിട്ട് വെച്ചിട്ട് ഈ ഫസ്റ്റ് ഹാഫിലെ കഥ ചെറുതാക്കി ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആ ജോഗ്രഫിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലെ കഥ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആക്കി കമ്പാരിസൺ പോലെ കാണിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരുന്നു. എന്നിട്ട് ആ കഥ ഒന്ന് ക്ലൈമാക്സ് അവിടെ തന്നെ ആ സെക്കൻഡ് ഹാഫിലെ ആ ജോഗ്രഫിയിൽ തന്നെ എൻഡ് ചെയ്യായിരുന്നെങ്കിൽ അതും നന്നായാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പ്ലോട്ട് ഉണ്ടല്ലോ ആ ജിയോഗ്രാഫിയിൽ വെച്ചിട്ട് ഉള്ള കഥ അല്ലെങ്കിൽ ആ ഒരു സീൻസ് അത് ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു കഥയായിട്ട് ഒരു സീരിയസ് സംഭവമായിട്ട് തന്നെ കാണിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോട്ടെ മലയാളി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ മലയാളീനെ ഒന്ന് ഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്യണം, ഒന്നും വിട്ടുപോകരുത്, ലോകത്തിലെ എല്ലാ ആശയങ്ങളും കൊണ്ട് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉള്ളൊരു പ്രശ്നമായിരുന്നു.
എന്ത് പറഞ്ഞാലും നിവിൻ പോളി എന്ന് പറഞ്ഞ ഒരാളുള്ളത് കൊണ്ട് ഇത് കണ്ടിരിക്കാൻ പറ്റി. അങ്ങേരുടെ കോമഡി ടൈം എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. എന്നുവെച്ചാൽ ഇത്തരം എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റസിലും ആള് നന്നായിട്ട് അഭിനയിച്ചു പോയി. ആളുടെ ഒരു എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ആ ഒരു കോമഡി ടൈമിങ്, ഹ്യൂമറസ് സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ദീപക് ചേതീനെ എന്തായാലും എടുത്തു പറയണം. പുള്ളി അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല ഹിന്ദി സിനിമയിലാണെങ്കിൽ പോലും സീരിയൽസിലാണെങ്കിൽ പോലും. എന്നാലും ആളുടെ ഡയലോഗ്സ് നോക്കുകയാണെങ്കിലും ചിലപ്പോൾ കുറച്ച് നമുക്ക് ഇപ്പം എനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ അതൊക്കെ കുറച്ച് അങ്ങനെ നോക്കുകയാണെങ്കിലും കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് ഡയലോഗ്സാണ്. പക്ഷെ എന്നാലും ആ ക്യാരക്ടറിനോട് നമുക്ക് ഇഷ്ടം തോന്നും. അങ്ങനത്തെ അഭിനയവും ആ സന്ദർഭവും ഇവനായിട്ടുള്ള കെമിസ്ട്രി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ആ ക്യാരക്ടറിനോട്. സോ എടുത്തു പറയാം അത്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ ആയാലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓവറായിട്ട് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്കത് കണക്റ്റായി. ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നു അഭിനയം എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച മഞ്ജു പിള്ളയാണ് ഈ സിനിമയിൽ. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കഴിവ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനേത്രി എന്നുള്ള രീതിയിൽ, ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലുള്ളൊരു ആക്ട്രസ്സാണെന്ന് ഈ സിനിമ കൂടി കഴിഞ്ഞപ്പോൾ തെളിയുന്നുണ്ട്. കാരണം ഭയങ്കര നാച്ചുറലായിട്ട് ചില സിനിമയിൽ ചില സീനിൽ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര നാച്ചുറലായിട്ടാണ് പുള്ളിക്കാരി തമാശ പറയുന്നത്. എന്ന് വെച്ചാൽ ആള് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കര മനസ്സുഖത്തോടു കൂടി ഒരമ്മ എന്നുള്ള നിലയിൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഹ്യൂമറസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് എല്ലാം കൂടി ഒരു അവിയൽ പരുവാക്കി വരുമ്പോഴുള്ള പ്രശ്നമാണിത്. പിന്നെ ഇതിൽ സംഘിഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സംഘികളെ മാത്രമല്ല ഇതിൽ, എന്നുവെച്ചാൽ ഈ BJPയുടെ ഒരു രാഷ്ട്രീയവും, പിന്നെ അത് മാത്രമല്ല കളിയാക്കിയിരിക്കുന്നത് വേറെ മുസ്ലിം ലീഗിൻ്റെ, എനിക്കറിയില്ല മുസ്ലിം ലീഗാണോ ഇനി അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ഇസ്ലാമിക് രാഷ്ട്രീയം പറയുന്ന ഏതെങ്കിലും സംഘടനകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനിടക്ക് നടക്കുന്ന കുറേ ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മുതലാക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു തമാശയുടെ ലെയറിൽ കുറച്ചും കൂടി ഭയങ്കര എന്താ പറയുക, തമാശയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിപ്പിച്ചിട്ട് ചിന്തിപ്പിക്കാമെന്ന് പറയില്ലേ, ചിരി ഉണ്ടായിരുന്നു, ചിന്ത ചിലർക്കേ വരുള്ളൂ. അതുപോലത്തെ തമാശയായിരുന്നു ഇതിലുള്ളത്. ആ ചിന്തിപ്പിക്കുക എന്നുള്ള സംഭവത്തിലോട്ട് കൂടുതൽ ഊന്നി നിന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കേട്ടിട്ട് ചിരി വരും. ഇത് ഇപ്പോൾ ഒരു BJP പ്രവർത്തനമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തനമാണെങ്കിലോ അതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ചിരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ചിന്തിപ്പിക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ വരണമെന്നില്ല അവർക്ക്. സോ അത് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ അത് ഫുൾ കോമഡി ആക്കാമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിജോ ജോസ് ശരിക്കും അത് എഫക്റ്റീവായിട്ട് പറയുന്ന ഒരാളാണ്. എനിക്കൊന്ന് കഴിഞ്ഞ 2 സിനിമകളിലും രാഷ്ട്രീയം നല്ല രീതിയിൽ, അത് പൊതുവായിട്ടുള്ള രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയബോധം പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. സോ അത് പ്രതീക്ഷിച്ചതാണ്. അത്ര അങ്ങോട്ട് ഫലവത്തായില്ല. എനിക്കൊന്ന് കൂടുതലും മലയാളീനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സിനിമ എടുത്തുകൊണ്ടായിരിക്കും അത്രയും വരാഞ്ഞത്. എന്നാലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പുള്ളി പാർട്ടീനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊരു അവർ തന്നെ കണ്ടാൽ, പാർട്ടി പ്രവർത്തകർ തന്നെ കണ്ടാൽ ചിരിക്കുന്ന രീതിയിലാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത്. സോ വാച്ചബിളാണ്, പക്ഷേ എക്സ്പെക്റ്റേഷൻ വേണ്ട. വൺ ടൈം വാച്ചബിളാണ്. തമാശയുണ്ട്. പക്ഷേ ഈ ജോഗ്രഫിയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്ര വേണമായിരുന്നു. പിന്നെ ചില സീൻസ് ഉണ്ട്, എസ്പെഷ്യലി ഷൈൻ ടോം ചാക്കോ വരുന്ന സീൻ, പിന്നെ അവസാനത്തെ ഒരു പ്രസംഗം, അങ്ങനെ ചില സീൻസ് ഇടയ്ക്ക് വരുന്നുണ്ട്. അതൊരു ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നും. അല്ലെങ്കിൽ ആ ഡയലോഗ്സ് എഴുതിയതും അല്ലെങ്കിൽ ആ ഡയലോഗ് ഡെലിവറിയൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചുകൂടി നാച്ചുറലി എഴുതാമായിരുന്നു അല്ലെങ്കിൽ പറയാമായിരുന്നു എന്ന് തോന്നും. എനിക്ക് ക്രിഞ്ചാവാതെ തോന്നിയൊരു സീൻ എന്ന് പറയുന്നത് മുത്തപ്പൻ്റെ സീനുണ്ട്. രണ്ടാമത് വരുന്ന മുത്തപ്പൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന മുത്തപ്പൻ്റെ ഒരു സീനുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക്. അത് ഈവൻ ദോ ഡ്രാമാറ്റിക് ആണെങ്കിൽ പോലും
അത് നല്ല രീതിയിൽ എടുക്കുകയും ജെയ്ക്സ് വിജയുടെ BGM ഒക്കെ നന്നായിട്ട് അവിടെ ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മിക്ക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിരുന്നു. ശരി, പാട്ടുകൾ അത്രയും എഫക്റ്റീവ് അല്ല. സാധാരണ രീതിയിൽ കുറച്ചും കൂടി നമുക്ക് അത് കേട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലായിരുന്നു, കേട്ടുകൊണ്ടിരിക്കാവുന്ന രീതിയിലും പാട്ടുകളുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ്. സോ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. സോ ബൈ.